അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷമിക്കണം, ഈ ഗോവർദ്ധൻ ഹൈക്കോടതി നൽകിയിരിക്കുന്ന മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വായിച്ചോ? എന്ന് വെച്ചാൽ ശ്രീകോവിലിലെ വാതിൽ വെറും ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് തൻ്റെ കയ്യിലുള്ള മറ്റേതോ സ്വർണം പിടിച്ചു മേടിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും ഇദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ മൊഴിയും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ? ഇത് സ്വർണം വാങ്ങി ആ ഇടപാടുകൾ നടന്നു എന്നുള്ളത് സംഭവം വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പിന്നീട് ആ സ്വർണം പിടിച്ചെടുത്തത്, അത് കാരണം ഈ 2019 ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ ഇത് വാങ്ങുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ വീണ്ടും കണ്ടെടുക്കുകയാണ്. സ്വാഭാവികം നമുക്ക് അതിൽ ഒരു കാര്യം മനസ്സിലാവുന്നത്, അന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് അത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്വർണം, തത്തുല്യമായ സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതും ബലം പ്രയോഗിച്ച് അനുമതിയില്ലാതെ തൻ്റെ അടുത്ത് നിന്ന് സ്വർണം പിടിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത് ഇടപാടുകൾ നടന്നു എന്നുള്ളത് സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത വരികയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നത് അത് അപ്പാടെ പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനിയിപ്പോൾ അതിനകത്ത് കുറെ കൂടി വ്യക്തത വരാനുണ്ട് അല്ലേ ജൽസി? ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണമാണോ ഈ ഗോവർദ്ധൻ കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഹൈക്കോടതിയിൽ നൽകിയ മൊഴിയിൽ തന്നെ ഗോവർദ്ധൻ പറയുന്നുണ്ട് ശ്രീകോവിലിലെ വാതിൽ വെറും ചെമ്പുപാളികളാണെന്ന് താൻ പറഞ്ഞു എന്ന്. അങ്ങനെയെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പൊന്നാണോ ഇദ്ദേഹത്തിന് കൊടുത്തത്? അങ്ങനെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇങ്ങനെ വിൽക്കാൻ എന്തിന് രേഖാമൂലം അല്ലെങ്കിൽ ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു? ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട് അല്ലേ സിജോ? അതെ, കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന രേഖകളും അതോടൊപ്പം തന്നെ മൊഴികളുടെ വിവരങ്ങളുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും സ്വാഭാവികമായി വരും. ഇവരെ വിശദമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അക്കാര്യം ആ ചോദ്യം ചെയ്യലിലൂടെ ഈ ഇടപാടിനെ സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും സ്വർണം എന്ത് ചെയ്തു, എന്തുകൊണ്ടുപോയി, തത്തുല്യമായ ഗോൾഡാണ് പിടിച്ചെടുത്തെന്ന് അവർ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ ഗോൾഡ് എന്ത് ചെയ്തു, പിന്നീട് അത് ആർക്കൊക്കെ കൈമാറ്റം ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. അതെന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലൂടെ മൊഴികളിലൂടെയൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ അജയ് തറയിൽ, മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ അജയ് തറയിൽ, അങ്ങനെയെങ്കിൽ ഗോവർദ്ധന് വിറ്റിരിക്കുന്ന ഗോൾഡ്, ക്ഷമിക്കണം, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ഗോവർദ്ധന് വിൽക്കാൻ ദേവസ്വം ബോർഡ് തത്വത്തിൽ തീരുമാനമെടുത്തു. അതെന്തിനായിരിക്കും? അപ്പോൾ പൂർണ്ണമായി നമുക്ക് ഉണ്ണികൃഷ്ണനെ പോറ്റിയെ കുറ്റപ്പെടുത്താൻ കഴിയും. ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ച് സ്വർണം വിൽക്കാൻ. അല്ല, ദേവസ്വം ബോർഡ് തീരുമാനിച്ചാണല്ലോ. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് തീരുമാനിച്ചാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി മാറ്റിയത്. ആ ദ്വാരപാലക ശില്പങ്ങൾ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ അത് കോടിക്കണക്കിന് രൂപക്ക് വിറ്റ് കാശ് വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അവര് ഗോൾഡ് ഉണ്ടാക്കുന്നു. ആ ഗോൾഡ് അത്ര ഗോൾഡല്ലോ, 3.5 കിലോഗ്രാം ഗോൾഡാണ് ആ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദ്വാരപാലക ശില്പത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ 3 കിലോ സ്വർണമെങ്കിലും എടുക്കണ്ടേ? അപ്പോൾ ഇതെല്ലാം ഒരു ഷോ ആണ്. ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കലാണ്. ദേവസ്വം ബോർഡ് വളരെ വെൽ പ്ലാൻഡ് ആയ ഒരു പ്ലോട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ദ്വാരപാലക ശില്പങ്ങളാക്കി വിൽക്കുന്നു, മറ്റൊരു ദ്വാരപാല ശില്പം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. പഴയ ദ്വാരപാല ശില്പത്തിന്റെ സ്വർണമാണ് എന്ന് പറഞ്ഞ് കുറെ സ്വർണം കൊണ്ടുവരുന്നു. ആ സ്വർണം കല്യാണ ആവശ്യത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു പോറ്റി. ആ സ്വർണം വിറ്റ കാശ് ദേവസ്വം ബോർഡ് കൊടുക്കുന്നു, ദേവസ്വം ബോർഡ് കൈപ്പറ്റുന്നു. ഇതെല്ലാം കൃത്യമായ ഒരു പ്ലോട്ട്, ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടിയുള്ള തീരുമാനം. ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇതിന്റെ ഒരു പ്ലോട്ട് ഒരുക്കിയത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണെന്ന് വരികയല്ലേ? ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡ് മിനിസ്റ്റർ അടക്കമുള്ളവരാ ഉള്ള ഒരു വലിയൊരു പ്ലോട്ടാണ്. നിസ്സാര കാര്യമല്ല ഇത്. ആ ശില്പത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.5 കിലോ സ്വർണത്തിന്റെ വാല്യൂ അല്ല. ആ ശില്പത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയാനുള്ള പോലെ
ശബരിമലയിൽ അവിടെ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലത്ത് ഒരു ഗണപതി വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹം 5-10 വർഷക്കാലമായി ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ്. കഴിഞ്ഞ വർഷം ദേവപ്രശ്നത്തിൽ ആ വിഗ്രഹത്തിന് ദൈവ ചൈതന്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റി ശബരിമല പെർമിസിൽ തന്നെ അത് അവിടെ പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങൾക്കും ദൈവീക ചൈതന്യം വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അനേക കോടികളാണ് അവിടെ പൂജിക്കുന്നത്, കോടികളാണ് ഭക്തരോടെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവചൈതന്യം വന്നിരിക്കുന്നത്. അതിനുള്ള വാല്യൂ എന്ന് പറയുന്നത് 500 കോടിയോ ഓരോ ആളുകളുടെ മോഹവിലയാണ്. ആ വിലക്ക് അവർ വിറ്റ് കാശ് വാങ്ങി എന്ന് രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ആ തരത്തിലേക്ക് അന്വേഷിക്കണം. ഇപ്പോൾ ഒരു അറ്റം മാത്രമാണ്. കണ്ടതിനും കേട്ടതിനും ഒക്കെ അപ്പുറത്ത് എന്തൊക്കെയോ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു SIT-യും ഇതിനകത്ത് വലിയ പ്രതിരോധത്തിലാകുന്നു. അപ്പൊ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അത് ആ സ്വർണമല്ല, തത്തുല്യമായ വേറെതോ സ്വർണം ബലമായി തന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയെന്ന്. അത് SIT ചെയ്യേണ്ട ഒരു പണിയാണ്. അതാണ് ശരി. കാരണം അവിടെ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തില്ല അവര്. ആ വിൽക്കുക അങ്ങനെ തന്നെ വിൽക്കുകയാണ് ദ്വാരപാലക ശില്പം. ഇതെല്ലാം സ്വർണം എന്ന് പറയുന്നത് ഇന്ന സ്വർണമാണ്, ഇന്നേന്ന് ഉപയോഗിച്ച സ്വർണമാണെന്നും തെളിയിക്കാനാർക്ക് പറ്റില്ലല്ലോ. അത് വലിയൊരു കളവാണ് നടത്തിക്കുന്നത്. SIT സമഗ്രമായ അന്വേഷണം നടത്തണം. SIT-യുടെ അന്വേഷണത്തിന് തന്നെ പരിമിതികൾ വന്നിരിക്കുന്നു. SIT കേരള ഗവൺമെന്റിന്റെ കീഴിലാണ് നിൽക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്നു. അതിന്റെ IPS ഉദ്യോഗസ്ഥന്മാർ മുഴുവനും മുഖ്യമന്ത്രിയാണ് അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന്റെ അധികാരി. അതുകൊണ്ട് ആ പരിമിതി നിൽക്കുന്നു. അവർക്കൊക്കെ ഭാവിയെ കുറിച്ച് വലിയ വ്യാകുലതയുണ്ട്. അതുകൊണ്ട് ഈ SIT-യുടെ അന്വേഷണം പോലും ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നുവോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസി, ഞാൻ പറയുന്നത് CBI എന്ന് മാത്രമല്ല, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ അജയ് തറയിലെ അവസരത്തിൽ പ്രതികരിച്ചത്. നോക്കൂ സൈഫ്, എന്ത് തരത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നതും കൃത്യമായി പ്ലാൻ ചെയ്തൊരു പ്ലോട്ട് ഉണ്ടാക്കിയത് കൂടെ കാണുകയാണ് അല്ലേ?